ഹലോ, ഇന്നെനിക്ക് കുറച്ച് ചക്ക കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ചക്ക പായസം വയ്ക്കാമെന്ന്. സ്ലൈസ് ചെയ്ത ചക്ക, കപ്പലണ്ടി, ശർക്കര ഉരുക്കിയത്, 1-ാം പാല്, 2-ാം പാല്, ഒരു 5 ഏലക്ക എടുക്കുന്നുണ്ട്, പിന്നെ ചവ്വരി വേവിച്ചതും. പിന്നെ അടുപ്പിലോട്ടൊരു ചട്ടി വെച്ച് അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിക്കുന്നവർക്ക് നെയ്യ് ഒഴിക്കാം. ഞാൻ ബട്ടറാണ് ഇടുന്നത്. ഞാൻ ബട്ടറിട്ട് നല്ല മെൽറ്റായി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക അതിലോട്ടിട്ട് നല്ല വരട്ടിയെടുക്കാം. ഇത് വരിക്ക ചക്കയാണ്. നല്ല പഴുത്തതുമല്ല പഴുക്കാത്തതുമല്ല, ആ ഒരു ഇതിലാണ്. നല്ലപോലെ വരട്ടി നല്ല വെന്ത് പോകാൻ പാടില്ലാത്തൊരു പരുവാക്കി എടുക്കണം. ഈ പരുവാക്കി എടുക്കണം കേട്ടോ. നല്ലപോലെ പരുവാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അതിലോട്ട് അരിച്ചൊഴിക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ. പിന്നെ അത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. നമുക്ക് ഒരു 5-10 മിനിറ്റ് വരെ കഴിഞ്ഞതിന് ശേഷം നമുക്കതിലോട്ട് ചവ്വരി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ച ചവ്വരി വേവിക്കാതെ നമുക്ക് ചേർക്കാം. ഞാൻ വേവിച്ച് വെച്ചിട്ടാണ് ചേർത്തത്. വേവിച്ച് വെച്ച ചവ്വരി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കത് നല്ലൊരു കുറുകിയ പരുവാക്കി എടുക്കണം. അടച്ചു വെച്ച് നല്ല കുറുകിയ പരുവായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2-ാം പാല് ഞാൻ ചേർക്കുന്നുണ്ട്. 2-ാം പാലും ചേർത്ത് ഒരു 5-6 ഏലക്ക ഞാൻ നുള്ളി ഇടുന്നുണ്ട്. ഏലക്ക പൊടി ചേർക്കുന്നവർക്ക് ഏലക്ക പൊടി ചേർക്കാം. ഞാൻ ഏലക്ക മുഴുവനായിട്ടുള്ളതാണ്, അത് ഞാൻ നല്ല പിച്ച് ഇടുന്നുണ്ട്.